88 UV കട്ട് ചെയ്യുന്ന പെയിൻ്റാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത്. അതായത് ചൂടിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന പെയിൻറ്റ്. അത് നമ്മൾ ഗ്ലാസ്സുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പലർക്കും പക്ഷേ ഈ ചേര പാമ്പൊക്കെ കയറുന്ന പേടിയുണ്ടാവും. അങ്ങനെയുള്ളവരിതൊക്കെ ഒഴിവാക്കിയിട്ട്. അല്ല, താങ്കൾക്ക് പേടിയില്ലേ? എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും. നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, ആ കിട്ടുന്ന സ്ഥലത്ത് നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ചൂട് കുറയ്ക്കാം. ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു 37 ഡിഗ്രി. അതിവിടെ വേറെ അവിടെ മുന്നിലൂർ എത്രാന്നോ 37-38 നമുക്കത് പറഞ്ഞു തുടങ്ങാം. 37 ഒരു ചൂട് തുടങ്ങിയല്ലോ, പറഞ്ഞു തുടങ്ങാൻ കിടക്കണം അല്ലേ? 37 ഒരു ചൂടാണോ? ബെസ്റ്റ്. അന്ന നിങ്ങൾ എന്നാ പറയുന്നത്, മറ്റേ ഇതാണോ, കോൾഡ് ബ്ലഡ് അനിമലാണോ? മനസ്സിലായില്ല. അല്ല, നമ്മുടെ പാലക്കാടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 42 വരെ പോയിട്ടുണ്ട്. കോട്ടയത്ത് കഴിഞ്ഞ നമ്മൾ 41 ഡിഗ്രി ഉണ്ടായിരുന്നു. പാലക്കാട് എന്തിനാ പോണേ? അത്രയൊക്കെ യാത്ര പാലക്കാടൊക്കെ ഹെവി ആയിരിക്കും. ഇപ്രാവശ്യം കൂടുതലായിരിക്കും. ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വണ്ടിക്കകത്ത് പോകുമ്പോൾ ഇങ്ങനകത്ത് കാണിക്കില്ല ടെമ്പറേച്ചർ നോക്കി പോകാറുണ്ട്. നല്ല ചൂട് 37-38 കണ്ടു. 37 കണ്ടില്ലേ? 37 വരെ കണ്ടു. അതിപ്പോൾ നമ്മൾ കണ്ടില്ല. ചൂട് കുറയ്ക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ആർക്കിഫൈ. നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞാണല്ലോ ഡയറക്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അയ്യോ എൻ്റെ അപ്പ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയാണോ? അങ്ങനെ ഞാൻ പോയേക്കാം. പറഞ്ഞോളൂ. ഏറ്റവും എളുപ്പം AC വെച്ചാൽ മതി. AC വെക്കാതെ 1.5 ടൺ AC-ക്ക് 410, 360, 40 രൂപ അല്ലേ? കറണ്ട് ചാർജ് ഒരു ടണ്ണിന് 28 രൂപ സ്റ്റാർട്ട് ചെയ്യും. നല്ല സാധനങ്ങളൊക്കെ 1.5 ആകുമ്പോൾ 40 വരത്തില്ലേ? നല്ല ബ്രാൻഡൊക്കെ ആകുമ്പോൾ വരും. പിന്നെ AC എല്ലാവരും മേടിക്കും, പക്ഷെ ഇത് ഇടാനാണ് പാട്. കറണ്ട് ബില്ല് അമ്മാതിരി. സോളാർ എല്ലായിടത്തൊന്നും ഇല്ലല്ലോ. ഇല്ല. അല്ല, അതിനെക്കാട്ടി നല്ല നമുക്ക് നാച്ചുറൽ ആയിട്ട് പറ്റുന്ന സൊല്യൂഷൻസ് ഒത്തിരി ഉണ്ട്. AC വെക്കുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. AC നമുക്കൊരു എന്തായാലും സെക്കൻഡറി തേർഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഏറ്റവും ഫൈനൽ ഓപ്ഷൻ. അപ്പോൾ എന്തായാലും നിങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുവാണ്. നിങ്ങളുടെ വീട്ടിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ഒരു 10 മാർഗങ്ങൾ ഒന്ന് പറയൂ. ഇച്ചിരി കൂടുതലല്ലേ? ചോറുണ്ടതിന് ശേഷം ഇച്ചിരി എല്ലാം ഇച്ചിരി കൂടുതലാണ്. ഒരെണ്ണം പറഞ്ഞാൽ മതി. 10 ഒരെണ്ണം പറയാം. ചെടി വെച്ചൊന്നും പറയരുത്. അതേ പറയാനുള്ളൂ. ഇയാള് കൊണ്ട് ഒരു ചെടിയുണ്ട്. അതേ പറയാറുള്ളൂ. പറഞ്ഞോളൂ. നമ്മൾ വീടിൻ്റെ ഇപ്പോൾ സൗത്തും നോർത്തും വലുതായിട്ട് വെയിലടിക്കാത്ത ഒരു ഏരിയകളാണ് വീടിൻ്റെ. അതിനകത്ത് അടിക്കും, എന്നാലും കുറവാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കിഴക്കും പടിഞ്ഞാറ് സൺലൈറ്റ് അടിക്കുക. അതിനകത്ത് നമ്മളുടെ പടിഞ്ഞാറ് സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ മറഞ്ഞ് കിടക്കാണ്, ചെടി വെച്ചിട്ട് മറഞ്ഞ് കിടക്കാണ്. ഓരോ കിഴക്ക് സൈഡ് വലിയ കുഴപ്പമില്ല. പിന്നെ റൂഫിലും ഈ ചെടി ഒരുവിധം പരന്ന് കിടപ്പുണ്ട്. അപ്പം റൂഫിലും ആയാലും വല്ല മെയിനായിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പെട്ടെന്ന് അത് ഒരുപാട് നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാനുള്ളൊരു അവസരമില്ല. അതാണ് ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്തതാണ്. ചെടി വളർത്തിയിട്ടേക്കാണ്. അത് തന്നെയാണ് ഒരു കട്ടൺ ക്രീപ്പേഴ്സാണ്. ക്രീപ്പർ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ പിടിച്ച് വളരുന്ന അല്ല പാരസൈറ്റിനെ പോലെ വളരുന്ന തരത്തിലുള്ള ക്രീപ്പേഴ്സ് ഒഴിവാക്കുന്നത് നല്ലത്. കാരണം അത് ഭിത്തിയോടെ പിടിച്ചിളക്കി മൊത്തത്തിരിഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ അതുമല്ല, ഒരു ഷെയ്ഡ് ഗ്യാപ്പ്, ഒരു 2 ഫീറ്റ് ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. ആ ഒരു ഗ്യാപ്പ് എയർ സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ പലർക്കും പക്ഷേ ഈ ചേര പാമ്പൊക്കെ കയറുന്ന പേടിയുണ്ടാവും. അങ്ങനെയുള്ളവരിതൊക്കെ ഒഴിവാക്കിയിട്ട്. അല്ല, താങ്കൾക്ക് പേടിയില്ലേ? ചേര വന്നു ഞാൻ സാർ ഇരിക്കൂ ഭക്ഷണം കഴിച്ചിട്ടേ പറയട്ടത്. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടില്ലേ പാമ്പിനെ വരുന്നത്? മനസ്സിലായി, എനിക്ക് പേടിയുണ്ട്. ഇയാൾക്കൂടെ താങ്കൾക്കില്ല. ഓക്കെ, ബാക്കി കണ്ടിന്യൂ. നമ്മളെന്നെ വീഡിയോ നമ്മുടെ വീഡിയോസ് ചൂട് കുറയ്ക്കാൻ പറഞ്ഞപ്പോ ചേര പാമ്പ് നിങ്ങൾക്ക് തന്നെ വിശ്വാസം പറഞ്ഞ ചൂടിന് ഉരകങ്ങൾ വരും. അന്ന് പിന്നെ ഇതൊന്നുമല്ല പറഞ്ഞത്. നിങ്ങളൊക്കെ കമന്റ് ചെയ്യണം ഈ പറഞ്ഞത് താങ്കൾക്കൊന്ന് പൊട്ടിക്കരയണം എന്നുണ്ട്. യു കണ്ടിന്യൂ. ശരി, ഞാൻ കരയിപ്പിക്കാം. അപ്പൊ അതിനോട് പേടിയുള്ളവർ അത് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് വീട്ടിൽ ചെയ്തേക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു റൂം AC വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സംസാരിക്കട്ടെ. അണ്ണ, നിങ്ങളല്ലേ ഇപ്പൊ റീസെന്റ് വീട് ഒന്ന് ഉപയോഗിക്കുന്ന കല്ല്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് വർക്കിൽ യൂസ് ചെയ്യുന്ന കല്ല്. തടയാനുള്ള മാർഗം തടയാനുള്ള കാര്യം പറയാം. എക്സ്റ്റീരിയർ ഉള്ള ടെമ്പറേച്ചർ ഇന്റീരിയർ റൂം ടെമ്പറേച്ചറുമായിട്ട് വ്യത്യാസം വരുമല്ലോ ചെയ്യുന്നത് കല്ല് വെക്കുമ്പോഴത്തേക്ക്.
ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിൻ്റെ ബ്രിക്കാണ്, മണ്ണ് സിമെൻറ്റും ചേർന്നിട്ടുള്ള ബ്രിക്കാണ്. എനിക്ക് തോന്നുന്നു സിമെൻറ്റ് കട്ട വെക്കുമ്പോഴത്തേക്ക് ആ ചൂടല്ല, അതെ, മൺകട്ട വെക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 to 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കുറയ്ക്കാൻ സാധിക്കും. മൺകട്ട മാത്രമല്ല, ഇത് തോന്നുന്നു ഈ വാർക്കട്ട് ബ്രിക്കും അതിനകത്ത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഇഷ്ടിക. പിന്നെ വാർക്കട്ട് ബ്രിക്ക് വെക്കുമ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കുന്നത് നമ്മൾ ഈ ബ്രിക്കിലായതുകൊണ്ടാണ് കൂടുതലും. ഒന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കല്ല് തന്നെയാണ്. 2 അതിനുള്ളിൽ നമ്മൾ ജിപ്സം ചെയ്തിട്ടുണ്ട്. ജിപ്സം ഭയങ്കര, അതായത് പ്ലാസ്റ്ററിങ് ജിപ്സം എന്ന് പറഞ്ഞാൽ ജിപ്സം സീലിംഗ് അല്ല, ജിപ്സം പക്ഷേ സീലിംഗ് ഓഫ് കോഴ്സ് ഓക്കെ ഗുണപ്പെടുന്നത് തന്നെയാണ്. നമ്മൾ സീലിംഗ് ചെയ്തിട്ടില്ല, പ്ലാസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിങ്ങിൻ്റെ ഭിത്തിക്കനം വരുന്നത് എന്നിട്ട് 6 mm തൊട്ട് 12 mm വരെയാണ്. അൻഡുലേഷൻസ് ഉള്ളിടത്ത് 12, അല്ലെന്നുണ്ടെങ്കിൽ നോർമലി 6 mm, എന്നാൽ 6 to 8 എന്ന് കണക്കാക്കി. അത്ര ഏരിയ നമുക്ക് ജിപ്സത്തിൻ്റെ പ്ലാസ്റ്റിങ് വന്നിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള ടെമ്പറേച്ചർ കല്ല് ഇതെന്നാ പ്രശ്നം വെച്ചാൽ പലരും ചോദിക്കുന്നത് ഈ കല്ല് വഴി ട്രാൻസ്ഫർ ചെയ്ത് വരില്ല എന്നാണ്. ഈ ഹീറ്റ് ട്രാൻസ്ഫറിങ്ങിൻ്റെ ഒരു ടൈമുണ്ട്. അത് അകത്ത് വരുമ്പോഴത്തേക്ക് കടൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ അകത്ത് വരുമ്പോഴത്തേക്ക് ഇത് തണുക്കുകയും വീണ്ടും അത് തിരിച്ച് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ജിപ്സോഡായപ്പോഴത്തേക്ക് ആ രീതിയിലൊന്ന് ഗുണപ്പെട്ടു. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഹീറ്റ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റ് ഞാൻ ഗ്ലാസ്സുകളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിൻറ്റ്. അത് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന കൂൾ ഫിലിമില്ലേ, അതായത് എന്നാ പറയുന്നത് അങ്ങനെ 3യുടെ പോലത്തെ ബ്രാൻഡുകൾ അത്രയും തന്നെ 88 UV കട്ട് ചെയ്യുന്ന പെയിൻ്റാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത്. അതായത് ചൂടിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന പെയിൻറ്റ്, അത് നമ്മൾ ഗ്ലാസ്സുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം റൂഫ് സ്ലാബിൽ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ കണക്കൊരു 3 ഡിഗ്രി അല്ലെങ്കിൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു വലിയ കാര്യമുണ്ട്, AC വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ വർഷം AC വെക്കും. അതിൻ്റെ റീസൺ 41 കുറഞ്ഞ് 37 വരുന്നത്. 37 തടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുറയ്ക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് സസ്റ്റൈനബിൾ ബ്രിക്സ് അതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ശരിക്കും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചൂടിനെ മാക്സിമം നമ്മുടെ വീടിനുള്ളിലേക്ക് കടത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു വിധമുള്ള ഡിസൈനേഴ്സൊക്കെ പ്ലോട്ട് കണ്ടിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പ്ലാൻ എടുത്തിട്ട് അതേപടി വീട് ചെയ്യരുതെന്ന് നമ്മൾ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടന്റ്. അതെ, സൗത്ത് നോർത്ത് വെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം അടുത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അതിൻ്റെ പ്ലാൻ ചോദിച്ചു മിക്കവാറും എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ അടുക്കൽ പറയും, ഇത് നിങ്ങളെ പ്ലോട്ടിന് ഇത് സൂട്ടാണോ എന്ന് നോക്കണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യാം, പക്ഷേ ഇത് ഇതേമാതിരി ചെയ്യരുത്. ബിൽഡിംഗ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അധികം കുറേ പ്രശ്നങ്ങൾ വരും. പ്രധാനമായിട്ടും വരുന്ന ഈ സംഗതികളാണ്. കാര്യം നമുക്കറിയാം, നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണ്. അപ്പോൾ രാവിലത്തെ ടൈമിൽ കിഴക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അല്ലേ? ട്രാവലിലും മാറ്റമുണ്ട്. അതായത് ഡിഗ്രി ഓഫ് ആംഗിൾസും അതിൻ്റെ വ്യത്യാസമുണ്ട്. ഓരോ മാസവും വ്യത്യസ്തമായിരിക്കും. അതിനെണ്ണ നമ്മൾ ഈ പഴയ വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട്, ഈ വാസ്തു എന്ന് പറയുന്ന സാധനം ഇതൊക്കെ തന്നെയാണ്. അവർ ഈ സൂര്യൻ്റെ പ്രകാശം കൂടുതൽ വരുന്ന ആ സ്ഥലങ്ങളിൽ ചെറിയ കിളിവാതിലുകളാണ് കൊടുത്തിരുന്നത് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ധാരാളം വലിയ വിൻഡോസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസൈനിങ്ങിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നീട് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സീലിംഗിന്റെ ഹൈറ്റ് കൂട്ടാനായിട്ട് കൂട്ടിയെടുക്കാം. ഞാനിവിടെ 11.5 അടി വെച്ചേക്കണം. അതിനകത്ത് 11.5 അടിയാണ്, 11.30 ആണ്. സാധാരണ നോർമലി എല്ലാവരും 10 അടിയാണ്, അതായത് 3 മീറ്ററാണ്. അപ്പോൾ 1.5 അടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റാണ്. ഈ 10 അടിയിൽ പിന്നെ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരടി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള വെന്റിലേഷൻസ്, അതായത് ഹോട്ട് എയർ വെളിയിൽ പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം വീടിനുള്ളിൽ തന്നെ. അതെ, ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു മാക്സിമം വെന്റിലേഷൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു ക്രോസ് വെന്റിലേഷൻസ് അതാണ് മെയിനായിട്ട് വേണ്ടത്. ക്രോസ് വെന്റിലേഷൻസും മാക്സിമം വെന്റിലേഷൻസും. അതുപോലെ ടോപ്പിലൊക്കെ ഇപ്പോൾ ഈ നമ്മൾ ഫ്രഞ്ച് വിൻഡോസ് ഒക്കെ വരത്തില്ലേ, അതിന്റെ ടോപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്ന രീതി. പണ്ട് അതായിരുന്നു, ഇടയ്ക്ക് തിരിഞ്ഞായിരുന്നു. നമ്മൾ വീണ്ടും എല്ലാം പഴമയിലേക്ക് അതൊക്കെ നല്ലതാണ്. കാരണം ചൂട് കുറയ്ക്കാനൊക്കെ, കാരണം മാക്സിമം എയർ സർക്കുലേഷൻ, ചൂട് വായു ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ ചൂടുവായി എപ്പോഴും മുകളിലാണ് എപ്പോഴും തങ്ങി. ഹോട്ട് എയറിനെ നമുക്ക് വെളിയിൽ കളയാനായിട്ടുള്ള സംവിധാനമാണ് വീടിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുക. പിന്നെ എനിക്ക് തോന്നുന്നു വിൻഡ് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് കണക്ട് ചെയ്ത് വരേണ്ട സാധനമാണ് വിൻഡ് ഡയറക്ഷൻ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഡിസൈനിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും നല്ല രീതിയിൽ. വിൻഡ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അവിടെ ഞാൻ ജനാലകൾ തുറന്നിടും. അതായത് മുകളിൽ ഉള്ള വിൻഡോസ് തുറന്നിടും. കഴിഞ്ഞ ദിവസം വീട്ടിനകത്തൊരു ഉപ്പൻ
പറന്നകത്ത് കയറി. സെയിം കളർ ഡ്രസ്സ് അത് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കിയാ പുള്ളി സെയിം. ഈ ഉപ്പണെന്ന് പറയുന്ന ചെമ്പോത്തല്ലേ? ഓ, അത് തന്നെ, ചകോരം. അല്ല, അതൊന്നുകൂടെ കാണുന്നവർക്കൊരു ഡൗട്ട് വരരുതല്ലോ. കാണിച്ചേക്കണേ. അതോടെ എടുത്തെടുത്ത് ഒരു ചെമ്പോത്തിനെ കാണിച്ചേക്കണം. പല ആൾക്കാരും ഫോട്ടോസ് കാണിക്കുന്നില്ലെന്ന് പരാതിയാണ്. ചെമ്പോത്തിനെ ഉറപ്പായിട്ട് കാണിക്കണം. ചെമ്പോത്തൊരു മൃഗമല്ല, പക്ഷി. ചെമ്പോത്തൊരു പക്ഷിയാണ്. ചെമ്പോത്തൊന്നും ആ ചെമ്പോത്ത്, അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇയാള് പാമ്പും മറ്റേ ഉരകമരങ്ങളായിട്ടാണ് അറിയത്തില്ല കേട്ടോ. പറയൂ. ശരിയാ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത്രയും ഇതായിട്ട് നമ്മളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ റൂഫ് സ്ലാബിൽ അടിക്കുന്ന ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിന്റിനെ കുറിച്ച് പറഞ്ഞു. വൈറ്റ് പെയിന്റ്സ് അല്ലേ? വൈറ്റ് പെയിന്റ്സ് ആക്ച്വലി പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് കുമ്മായം. നല്ല അട്ടിക്ക്, ഇതിന് ഭയങ്കര തണുപ്പാണല്ലോ. ഇത് അട്ടിക്ക് അടിച്ചിട്ട് മേളിൽ ചെന്നാൽ അതിൻ്റെ മേളിൽ ചവിട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാല് തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, കണ്ണിന് കുറച്ച് സ്ട്രെയിൻ ആയിരിക്കും, നിൽക്കാൻ പറ്റത്തില്ല. അവൻ്റെ വൈറ്റ് കളർ നമ്മളെ ഭയങ്കരമായിട്ട്. പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് വർഷാവർഷം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ചെളികൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ എഫക്റ്റ് പയ്യെ കുറഞ്ഞു തുടങ്ങും. അല്ല, ഇതിന് നമുക്ക് വേറെ സൊല്യൂഷൻ ചെയ്തു. വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എല്ലാം വൈറ്റ് കളറിൽ ആക്ച്വലി അത് വർക്കാവില്ല. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അത് പക്ഷേ മെഷീനിൽ മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പർപ്പസ് ഒരേ സമയത്ത് മീറ്റ് ചെയ്തോടി. അത് കളർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റീൽ ടാങ്ക് ചൂടാവുന്നില്ല. അതിൽ വേറെ ഇതിൽ വരുമ്പോൾ ഒരു പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത മെഷീൻ്റെ നമ്മൾ PU അക്രലിക് പെയിന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നോർമലുള്ള ബിറ്റുമിൻ പെയിന്റിനെ അപേക്ഷിച്ച് PU വരുമ്പോഴത്തേക്ക് അതിന് റിഫ്ലക്റ്റിനൊപ്പം തന്നെ ചൂട് നിലനിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം, താഴേക്ക് വിടത്തില്ലെന്നുള്ളൂ, കവർ ചെയ്ത് നിർത്താനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അതൊരു വാട്ടർ പ്രൂഫ് എന്നുള്ള കോൺസെപ്റ്റിൽ ഓക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹീറ്റ് റിഫ്ലക്റ്റിംഗ് കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെട്ടനെ, അതുകൂടെ ആയേനെ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് മാത്രമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടുകൂടെ ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ? അല്ല, വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വേണം ഹീറ്റ് റിഫ്ലക്റ്റിംഗ് ചെയ്യാൻ അവർ പറയുന്നത്. അത് ചെയ്യാന്നുള്ളതാണ്. അതിന് വലിയ വിലയില്ല, 10 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉള്ളത്. നമുക്ക് ഈ കോണ്ടംപററി വീടുകളിലേക്ക് വരുന്ന സമയത്ത് ഷെയ്ഡുകൾ ഒഴിവാക്കുന്നുണ്ടല്ലോ ഡിസൈൻ്റെ ഭാഗമായിട്ട്. അത് ചൂട് കൂടാനുള്ള ഒരു മെയിൻ കാരണമാണ്. കാര്യം നമുക്ക് വിൻഡോസ് ഈ പറഞ്ഞ കണക്ക് ചുമരിൽ നമുക്ക് നന്നായിട്ട് ചൂടടിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിനുള്ളിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പം ഇൻ്റർലോക്ക് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള റൂമിൽ അത്യാവശ്യം രാത്രിയൊക്കെ നല്ല രീതിയിൽ ചൂടാണ്. കാര്യം ഇതിൻ്റെ ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. പക്ഷേ അതിനകത്തൊരു കോൺട്രാസ്റ്റ് പറയാം. ഈ ഇൻ്റർലോക്കും മിറ്റ് എന്തായാലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതെ, അല്ലെ? ഒന്നുകിൽ നമുക്ക് സാധാരണഗതിയിൽ മണ്ണ് നമ്മളൊന്നും ചെയ്യാതെ മണ്ണാക്കി തന്നെ ഇടാം. നമ്മൾ സാധാരണ മണ്ണായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിന് ചൂടിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. കല്ല് ഏതിട്ടാലും, അതിപ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ല സാധാ പെബിൾസ് വിരിച്ചിട്ടോട്ടെ, ഇനി അതല്ല നമ്മുടെ നോർമലുള്ള ഏത് സ്റ്റോണും ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം വരും. പക്ഷേ ബാംഗ്ലൂർ സ്റ്റോൺ, കടപ്പ പോലുള്ള സ്റ്റോണുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹീറ്റ് റിലീസ് പെട്ടെന്ന് പോകും, ചൂടാവും. അതുപോലെ ഫാസ്റ്റാണ്. യെസ്. അതേസമയം നമ്മുടെ പെർവിംഗ് സ്റ്റോൺ അങ്ങനെയല്ല, അവൻ നിന്ന് പഴുത്ത് സിമെന്റ് കണ്ടന്റ് കിടക്കല്ലേ. എത്ര സിമെന്റ് കണ്ടന്റ് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ടൈം എടുക്കും, ബുദ്ധിമുട്ടാണ്. പ്രയാസപ്പെട്ട് അവൻ റിലീസ് ചെയ്യപ്പെടുകയുള്ളൂ. കിഴക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇൻ കേസ് നമുക്ക് നന്നായിട്ട് ചൂട് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞേ മരങ്ങൾ എന്തായാലും അല്ല, നമ്മളവിടെ ഡിസൈൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? അല്ല, പുള്ളി മറ്റേ ചെടി വെച്ച് പിടിപ്പിക്കുന്ന രണ്ടൊന്നും തന്നെ ചെടിയും വലിയ വ്യത്യാസം. നിങ്ങളുടെ വീടിന്റെ മുകളിലേ വളർത്തിയിരിക്കുന്നത് സൈഡിലുണ്ട് അല്ലേ? സൈഡിലുണ്ട്. അല്ല, ഇതിൽ ചെടികൾ പറയുന്ന ആളെ അവിടുന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ സാധനമൊക്കെ. അല്ല, ചെടികളുടെ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ മരങ്ങൾ, റബ്ബർ മരം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ വീട് വെക്കുന്നത് അവിടെ ഭയങ്കര ചൂട്. മീൻസ് റബ്ബർ മരം നിൽക്കുന്നത് തന്നെ ഒരു വെളിയും പ്രദേശത്തായിരിക്കും ഇതിനെ മുഴുവൻ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏരിയ മുഴുവൻ വലിയതായിട്ട് ഓപ്പൺ ആവും. പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അധികമായിരിക്കും, ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഇത് മുഴുവൻ ചൂടും 4 സൈഡിൽ നിന്നും വന്ന് വീടിനകത്ത് അടിക്കുകയാണ്. അവിടെയൊക്കെ ഈ കോണ്ടംപററി ഡിസൈൻ വരുമ്പം പഴുത്ത് സെക്കൻഡ് ഫ്ലോർ ഓക്കെ, താഴത്തെ നമ്മുടെ ഫ്ലോർ ഓക്കെയാണ്, കൂടുതലും റൂഫ് ചെയ്യാറുണ്ട്, മെറ്റൽ റൂഫ് ചെയ്യാറുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. UV പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ ടെമ്പററി ഒക്കെ ആയിട്ട് നമുക്ക് ഷീറ്റ് ഉപയോഗിച്ചുകൂടി. ഈ മെറ്റൽ റൂഫിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തെർമൽ ഇൻസുലേറ്റർ അവൈലബിൾ ആണ്. അതായത് നമുക്ക് നല്ലൊരു ആംബിയൻ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ
ഇപ്പോൾ താമസിക്കാനോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും തെർമൽ ഇൻസുലേഷൻ ഉള്ളത് നല്ലതാണ്. അത് ഇതിന്റെ കൂടെ ഷീറ്റിന്റെ കൂടെ തെർമൽ ഇൻസുലേറ്റർ അങ്ങ് യൂസ് ചെയ്താൽ മതി, അതിന്റെ ആഡ് ചെയ്താൽ മതി. രണ്ടും നമുക്ക് സാൻഡ്വിച്ച് പാനിൽ സാൻഡ്വിച്ച് ടൈപ്പ് കിട്ടും. സാൻഡ്വിച്ച് പാനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. തെർമൽ ഇൻസുലേഷൻ അത്ര എക്സ്പെൻസ് വരുന്നില്ല. 75 രൂപയ്ക്ക് ഷീറ്റ് അടക്കം മറ്റേനും ചില്ലറ പൈസ. അതെ അതെ, അല്ല ഇത് ചെയ്തു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് എക്സ്ട്രാ ആഡ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ല, ഈ തെർമൽ ഇൻസുലേറ്റർ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ വാർക്കാൻ നേരത്ത് ഇങ്ങനെ വല്ല സംവിധാനങ്ങൾ ചെയ്യാനായിട്ടുള്ള വല്ല പരിപാടികൾ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. നമുക്ക് വാർക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ പഴയ പില്ലർ സ്ലാബ് അതെ ടെക്നോളജി ചട്ടി വെച്ചിട്ട് ഓട് വെച്ചും വാർത്തോണ്ടിരുന്നത് അത് ഇതിനൊരു പരിധി വരെ ഗുണപ്പെടില്ലേ? ഒരു പരിധി വരെ ഗുണപ്പെടും. പക്ഷേ പല ആൾക്കാരും അതൊക്കെ ഈ പറഞ്ഞ കണക്ക് ചെയ്യാൻ മടിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോഴും. അത് വളരെ ചുരുക്കം ചില ആളുകളാണ് ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചട്ടി മാത്രമല്ല, അതിന് ഉപയോഗിച്ചിരുന്ന ചട്ടി ഉപയോഗിച്ചിരുന്നു, ഓട് ഉപയോഗിച്ചിരുന്നു, പഴയ ഹുർഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണപ്പെട്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞും ഇങ്ങനെ കേട്ടു. ഇത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ പഴമയിലേക്കാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒത്തിരി കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്ലോ പ്രൂഫുള്ള വീടുകളിൽ ഇച്ചിരി കൂടെ ചൂട് കുറവാൻ സാധ്യതയുണ്ട്. മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടുമല്ലോ, ഹൈറ്റ് കൂടുതൽ കിട്ടും ആ വീടുകൾക്ക്. അപ്പോൾ അതിന് കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ അവിടെ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഭംഗി ഒരു ഘടകമാണ്. ഇത് ഇൻസൈഡ് കാണുമ്പോൾ അവിടെ പിന്നെ ഇത് എപ്പോഴും കാണാൻ ഭംഗി ഇൻസൈഡ് ഫ്ലാറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ജിപ്സം ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ സീലിംഗ് ഫാനൊക്കെ ഇടുന്ന സമയത്ത് ഹൈറ്റ് ഓവർ ആകുമ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എക്സ്പെൻസീവാണ്. ഇത് സ്ലോ പ്രൂഫ് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഓട് വിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും മൾട്ടിപ്പിൾ ലെയർ ആകുമ്പോഴത്തേക്ക് അത്രയും ചൂട് നമ്മുടെ ആ ഒരു കോൺക്രീറ്റിലേക്ക് അടിക്കുന്നത് അത്രയും കുറഞ്ഞു കിട്ടും. അല്ല, ഓട് വിരിക്കുമ്പോഴും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ ചൂടിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഓടെന്ന് പറയാനായിട്ട് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള നാടനോട് മാത്രം, നമ്മുടെ ബാംഗ്ലൂർ ടൈൽസ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന സെറാമിക് ഓടായിക്കോട്ടെ, കോൺക്രീറ്റ് ഓടായിക്കോട്ടെ, അതായത് നമ്മുടെ കോൺക്രീറ്റും ടോപ്പിലേക്ക് കൊടുക്കുന്ന ആ ലെയറും തമ്മിൽ മാക്സിമം ഒരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഗ്യാപ്പ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ എയർ അവിടെ നിന്നോളും, ആ എയർ റൊട്ടേറ്റ് ചെയ്തോളും. അപ്പോൾ ആ മാക്സിമം ചൂട് ഒരു എന്താണ് ഒരു വാക്കം ക്രിയേറ്റ് ചെയ്യില്ലേ? ഒരു വാക്കം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത്രയും ചൂട് താഴോട്ട് വരത്തില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്കാണ് ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും. നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, ആ കിട്ടുന്ന സ്ഥലത്ത് നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഡിസൈൻ ആയിക്കോട്ടെ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ഈ പറഞ്ഞതുപോലെ ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ എല്ലാവരുടെ ഒരു ധാരണ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു സ്പേസിലേക്ക് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ആദ്യം തന്നെ ഒരു വീട് ചെയ്യുന്ന സമയത്ത് പറമ്പിലുള്ള മരങ്ങൾ അങ്ങ് മുഴുവൻ വെട്ടി നശിപ്പിക്കുകയാണ്, എന്നിട്ട് വീട് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും വീടിനോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ലാൻഡ്സ്കേപ്പിംഗ് കൂടെ. ഇപ്പം അരുണിൻ്റെ വീട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളിയുടെ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും എത്ര ചൂടുള്ള സമയം. അതിന് മെയിനായിട്ട് ഈറ അല്ലേ, ഈറ ധാരാളമായിട്ട് ഈറ മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എപ്പോഴാണെങ്കിലും ഇറങ്ങിയിരിക്കും. കാര്യം തൊട്ട് ചേർന്നിട്ട് ഞാനൊരു മാവ് വെച്ച് പിടിപ്പിച്ചു. നമ്മളോട് പറ്റത്തില്ല, അത്രയും ചൂടാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ മരങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ അതൊക്കെ കായ്ച്ച് വരണമെന്നുണ്ടെങ്കിൽ സമയം. ഫ്രൂട്ട്സ് ഇപ്പോൾ ഈ പണ്ട് നമ്മൾ ചെടികൾ മാത്രമായിരുന്നു വെക്കുന്നത്, ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഒരുപാട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ചെറിയ ചെറിയ വളരുന്ന. അതെ അതെ. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഉപയോഗങ്ങളാണ്. ഈ പറയുന്ന പോലെ അത്യാവശ്യം തണലും കിട്ടും, ഫ്രൂട്ട്സും കിട്ടും. അതായത് ധൈര്യമായിട്ട് വെക്കാം. പണ്ട് മാവൊക്കെ കൊണ്ട് വീടിനോട് ചേർന്ന് വെക്കാൻ പറ്റില്ല, ഇതിനകത്ത് കയറി പോകും, ഇതിൻ്റെ വേരൊക്കെ അതുപോലെ ഭയങ്കര ഹൈറ്റ് ആവും. ഇപ്പൊ ബഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും, വലുതായിട്ട് ഹൈറ്റ് ഉണ്ടാവില്ല, നല്ല രസമാണ്, ബുഷിയായിട്ട് നിൽക്കും. അതെ അതെ. വീട് തൊട്ട് ചേർന്നൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ. ഇപ്പം ഞാൻ വീട്ടിൽ ചെയ്തേക്കുന്ന റിങ് ഒരു 3 റിങ് ഇറക്കിയിട്ട് അതിനകത്ത് മാവ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ പെട്ടെന്ന് അതിലേക്ക് വരുന്ന ടച്ച് ചെയ്യുന്നൊരു സ്ഥിതി വരത്തില്ല. മാവ് പ്ലാവ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതങ്ങനെ വെച്ചേക്കുന്നത്. റിങ് ഇറക്കിയിട്ട് അതിനകത്ത് മണ്ണിട്ട് അതിനകത്തോട്ട് 3 റിങ് ഇറക്കി. അപ്പം ബേസ്മെന്റ് താഴേക്കാണ് പിന്നെ ഇത് പോകുന്നത്, വേര് പോകുന്നത്. 30 മീറ്റർ സാധനം പോയതാ. അപ്പോഴാണ് നിങ്ങൾ 2 റിങ് ഇറക്കി വെച്ചിട്ട്. ഇത് മാവാ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു അവയർനെസ്സിന് പറഞ്ഞതാ. അജയ് അവത്തെ പറയുകയും ചെയ്ത് 30 മീറ്റർ പോയി താമ നാളെ അയാൾ ഉദ്ദേശിച്ചത് 30 സെന്റിമീറ്റർ എന്നാ ഉദ്ദേശിച്ചത്. ഇത്രയോ ഈ കൈപ്പത്തിന് എത്ര? ഇതിലെ 30 സെന്റിമീറ്റർ, ഒന്നുകൂടെ വെച്ചാൽ 30 സെന്റിമീറ്റർ ഇത്ര ആക്കിക്കോ. റിങ് വെച്ചാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാം, പരിഹരിക്കപ്പെട്ടു. അപ്പം മരം വെച്ച് പിടിപ്പിക്കുക, വൈറ്റ് പെയിന്റുകൾ യൂസ് ചെയ്യുക, ഡാർക്ക് പെയിന്റ് പോവാതെ റിഫ്ലക്ഷൻ മാക്സിമം കിട്ടും. പിന്നെ ക്ലോത്ത് കർട്ടൻസ് ഒരു പരിധി വരെ ചൂടിനെ തടഞ്ഞു നിർത്താനായിട്ട് ഒരു സൊല്യൂഷനാണ്. കർട്ടൻസ്, ഗ്ലാസുകളുടെ പുറകിൽ വരുന്ന കർട്ടൻസ്. അതെ. എനിക്ക് ഇതിന്റെ ഗ്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം UV
റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പെയിൻസോ ഉറപ്പായിട്ടും ഫിലിംസോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം അല്ലാണ്ട് ആർഗൻ ഗ്ലാസുകൾ ചെയ്യണം, അതായത് ഡബിൾ ഗ്ലേസ്ഡ്. അതാകുമ്പോഴത്തേക്ക് ഒരിക്കലും കാരണം ഗ്ലാസ് ഇതുപോലെ ഹീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് തണുക്കാൻ ഒരുപാട് സമയമെടുക്കും, നല്ല ടൈം എടുക്കും. ഇപ്പോൾ എ സി ആണെങ്കിൽ പോലും എ സിയുടെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രെങ്ത് നമുക്ക് കിട്ടില്ല, കാരണം അത്രത്തോളം ഗ്ലാസ് വഴി ഹീറ്റ് അകത്തേക്ക് വരും. അതൊരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഗ്ലാസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കിഴക്ക് പടിഞ്ഞാറ് ഏരിയകളിൽ വരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജനലായാലെങ്കിലും ഗ്ലാസ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ അതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ UV കോട്ടഡോ ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ റൂഫിൽ നമ്മൾ ഒന്നുകിൽ സ്ലോ പ്രൂഫ് സ്റ്റീൽ മെറ്റൽ റൂഫ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റില്ലേ, നമുക്ക് ഈ എനിക്ക് തോന്നിയ കാര്യമാണ്, നമ്മുടെ സാധാരണ ഈ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ ഷെയ്ഡായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റില്ലേ, അതൊരു ലെയർ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ സാധനം അമ്മാതിരി ചൂടാത് കോൺക്രീറ്റ് ഇടാൻ പറ്റത്തില്ല. ഷീറ്റല്ല, അതല്ല ഈ നമ്മൾ ഷെയ്ഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റില്ലേ, പടുതാ പോലത്തെ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, മറ്റേ ഗ്രീൻ കളർ വരുന്ന പറഞ്ഞ ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ, അതായത് മറ്റേ ഇത് ഫൈബർ ഷീറ്റ്, അത് നമുക്ക് ആ റൂഫിൽ വെറുതെ ഇട്ട് റൂഫിൽ തൊട്ടല്ല, ഒരു ചെറിയൊരു ഹൈറ്റിൽ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഷെയ്ഡായി. ഈ എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതായത് നമുക്ക് ഡയറക്റ്റ് ഈ സാധനത്തിലേക്ക് ചെയ്യാൻ പാടില്ല, ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ മാത്രമേ. ഒരു ഗ്യാപ്പ് വേണം, ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഡയറക്റ്റ് സൺലൈറ്റ്. ഇതൊക്കെ പലപ്പോഴും വീടിന്റെ ഭംഗിയെ ബാധിക്കും. അല്ല, ഒരുപാട് ഹൈറ്റല്ല ഉദ്ദേശിച്ചത്. ഇപ്പം എന്തായാലും ഒരു ഇത് കാണുമല്ലോ, എന്താ പറയുന്നത്, അത് കട്ട് ചെയ്യണേ. ഇല്ല, കട്ടില്ല. പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഇവിടെ കട്ടില്ല, എന്തോ പറയുന്നോ അത്. ആ വാളുണ്ടല്ലോ, ഹൈറ്റ് പറഞ്ഞ വാളോ, നിങ്ങൾ പറ, അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺക്രീറ്റ് മേളിൽ അവൾ ഒരു പാരപ്പറ്റിന്റെ ഹൈറ്റിൽ ഇട്ടാ മതി. ആ ഒരു പാരപ്പറ്റിന്റെ ഹൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തുകൂടെ? അല്ല, ഇപ്പൊ അതിന് പകരം പലപ്പോഴും നമ്മൾ കാണാറില്ലേ ഈ നമ്മുടെ ഓല പഴയ അതിങ്ങനെ മെടയാന്നല്ലേ പറയുക. ഓല നിങ്ങൾക്ക് അതിന്റെ എത്ര രൂപ അറിയോ റേറ്റ് ഓലയുടെ? എടോ, ഇതൊക്കെ കണ്ടുള്ള സാധനമാണ്. ഓല നല്ല റേറ്റാണ് ഇപ്പൊ. ഇത് മെടയുന്ന ആളുകൾ പോലും ഇല്ല. ഭയങ്കര റേറ്റ്, ഈ പറഞ്ഞ സാധനത്തെക്കാട്ടൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇപ്പൊ ഓലയ്ക്ക്. ഇപ്പൊ ഇവിടെ റിസോർട്ട്സ് ഒക്കെ ഈ ഓല യൂസ് ചെയ്യുന്നത്. അവര് എല്ലാ വർഷവും ഇത് മേയത്തില്ല, 3 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഇത് മേയുന്നത്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. ഭയങ്കര ചിലവാ. ഒരു ചെറിയ ഒരു പണ്ടിതൊന്നുമില്ല. ഓലമേഞ്ഞ വീടുകൾ പ്രശ്നമില്ല, കച്ചി മേഞ്ഞ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പ്രശ്നമില്ല. പിന്നെ സാധാ നമ്മുടെ ഓടായിരുന്നു, അതിന് പ്രശ്നമില്ല. പക്ഷേ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലരും ഇപ്പോഴും അതെടുത്ത് പറയുന്നതൊക്കെ നമ്മൾ ഇപ്പം കൊണ്ടുവന്നായിരുന്നു. അതിനൊക്കെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് മാറി വേറെ അതുപോലെ പണ്ട് ഇത്രയും ചൂടില്ലല്ലോ. യെസ്, ഇത്രയും ചൂടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വലിയ ചൂടായിരുന്നു. 28 നോർമലാണ്, 28 ഡിഗ്രീസിന് മാക്സിമം വരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് താഴെയാ പോകുക. ഓൾറെഡി ഇന്ന് ഈ പറഞ്ഞതുപോലെ AC-യുടെ ഉപയോഗം താരതമ്യേന ചൂട് കൂട്ടുന്നുണ്ട്. ഇത് പുറത്തേക്ക് തള്ളുന്ന ആ ഒരു ഹീറ്റ് നമ്മൾ ഇൻസൈഡ് തണുപ്പിക്കുമ്പോൾ അതേപോലെ തന്നെ പുറത്തേക്ക് അതിൻ്റെ ഒരു ചൂട് വരുന്നുണ്ടല്ലോ. മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് AC ഇട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇന്ന് AC ഇടാത്ത വാഹനം ഇല്ല, പോകാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് നമ്മൾ മാറി. വരും വർഷങ്ങളിൽ വീടുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. തീർച്ചയായും കൂടി വരികയാണ്, ഭയങ്കരമായിട്ട് യൂസേജ് കൂടി വരികയാണ്. ഇപ്പോൾ സ്പ്ലിറ്റ് AC മാറി ഒരു ഫുൾ വീട് മൊത്തത്തിലുള്ള ഇതിന്റെ എൻവയോൺമെന്റിന്റെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല, മുറിച്ച് കളയിൽ മാത്രമേ ഉള്ളൂ. ഹൈവേ റിനോവേഷൻ വരുമ്പോഴേക്കും ഒക്കെ ഇപ്പോൾ പാലക്കാട് വടക്കഞ്ചേരി ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ 2012 ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ ആ വഴി നിറയെ വലിയ വാഗമരങ്ങൾ ഭയങ്കര ആന വലുപ്പത്തിലുള്ള, അതൊക്കെ വെട്ടിയതിന് ശേഷമാണ് ഹൈവേ വികസിപ്പിച്ചത്. അതിന് ശേഷം അവിടെ മരം വെച്ചിട്ടില്ല. ഇപ്പോൾ വഴി അടിപൊളിയായി, പക്ഷേ മരങ്ങൾ മുഴുവൻ 100% മരങ്ങളും വെട്ടിക്കളഞ്ഞു. ശരിക്കും അത് നമ്മുടെ രാജ്യത്താണ് ഇത് ചെയ്യാത്തത്. വിദേശ രാജ്യങ്ങൾ UAE-യിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാം, അവർ മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാണ്. ഒരു 5 വർഷത്തിനപ്പുറമൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അന്ന് കണ്ട UAE ഒന്നും അല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന തണന്മരങ്ങൾ ആലൊക്കെ ഞങ്ങളുടെ അവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. അത് എന്തിനാ മുറിച്ച് കളഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. എത്ര ജീവികൾ അതിനകത്തുണ്ടായിരുന്നു. നിയമം കൊണ്ടുവരണം ആക്ച്വലി. അതായത് നമുക്കൊരു മരം വെട്ടാം, അങ്ങനെ ഒരു മരം വെട്ടാം. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ മറ്റൊരു മരം മറ്റൊരു സ്ഥലത്താണെങ്കിലും അവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ. ഞാനിത് വായിച്ചിട്ടുണ്ട്. ഏതോ രാജ്യങ്ങളിൽ ഒരു മരം മുറിക്കണമെങ്കിൽ അതിന് എത്രയോ ഒരു വർഷം മുന്നേ കണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 10 മരത്തോളം വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഈ മരം മുറിക്കാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ വേണം. അത് ഇനി വരുന്ന ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുപോലെ എല്ലാ വീട്ടിലും ഇപ്പോൾ ചെറിയ പ്ലോട്ട് ആണെങ്കിൽ പോലും ചെറിയ ഈ പറയുന്ന പോലെ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ മാക്സിമം വെച്ച് പിടിപ്പിക്കുക. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആവശ്യമായി വരും. നമ്മൾ ഈ എന്താണ് മറ്റൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മളിലേക്ക് ആ ഒരു ഇഷ്യൂ വന്നാലേ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതാണ് ഒരു സ്ഥിതി അല്ലേ?
ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ സമപ്രായക്കാരാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് വരുന്ന മാസം 40 വയസ്സ്. നിങ്ങൾക്കോ? അറിയത്തില്ലല്ലോ. സമപ്രായക്കാരായി എന്ന് പറഞ്ഞതുകൊണ്ട് 40 വയസ്സ് കറക്റ്റാണ്. എനിക്ക് അത്ര ഇല്ല. ഇല്ലല്ലോ. സമപ്രായക്കാർ ഐ ഡി കാർഡ് കാണില്ല. ആദിത്യനാണ് ഇയാൾ ഐ ഡി കാർഡ്. ഓ അത് ശരി. എത്ര വയസ്സ്? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 87. ശരി. ഫോൺ നമ്പറിന്റെ അവസാനം 38 വയസ്സ്. അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. മരം, ഞാൻ കേരള സിലബസാണ്, അതുകൊണ്ടാണ് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവുന്നത്. മരം ഒരു വരം പഠിച്ചിട്ടില്ലേ? രാമു ഒരു മരം വെട്ടുകാരനായിരുന്നു. മരം ഒരു വരം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മൈൻഡപ്പ് ചെയ്യുക അല്ലേ. മരം ഒരു വരം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് വർക്കാവുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. കുറേയൊക്കെ നമുക്ക് ചൂട് കുറയ്ക്കാൻ സാധിക്കും. ഇനിയുള്ള ഗ്ലോബൽ വാർമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരില്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ട് ഇത്രയും പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. അതുപോലെ ഒരു കാര്യം, ഇപ്പം കഴിഞ്ഞ സീസണിൽ, ഈ ചൂട് സീസണിൽ കണ്ടൊരു കാര്യമാണ്, പാലക്കാട് എവിടെയാണെന്ന് തോന്നുന്നു, ഒരു വീട്ടിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ചൂട് മാനേജ് ചെയ്തിട്ട് കേട്ടത് കണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ വെള്ളമില്ല പല സ്ഥലങ്ങളിലും. അല്ല, പക്ഷെ അത്രയും വാട്ടർ വേണ്ട. വേണം. നിങ്ങൾ പറയാം ഇത് ചെറിയൊരു ടൈമിലേക്കല്ലല്ലോ. അതെ, ആലോചിച്ച് നോക്ക്. ഒരു പെർ ഡേ ഒരു എന്തായാലും 1000 ലിറ്റർ പോരാ. ഇനി 1000 ലിറ്റർ ആണെങ്കിൽ കൂടിയും പല സ്ഥലങ്ങളിലും ഇപ്പൊ ഒരു അടുത്ത മാസമൊക്കെ ആവുന്ന സമയത്ത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത്. വെറുതെ വേസ്റ്റാണ് വെള്ളം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ പുരയിടങ്ങളിലേക്ക് വീഴുന്ന വെള്ളത്തിനെ മാക്സിമം നമ്മൾ ആ സമയത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാണ്ട് വേനൽക്കാലത്ത് ഇത് വെറുതെ വേസ്റ്റാക്കി കളയുന്നതിൻ്റെ അടുത്ത് പറയാനില്ല. വെള്ളമുള്ളവർക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടും മാനേജ് ചെയ്യാം. അതെ, വേണമെങ്കിൽ. അതെ, അതൊരു സൊല്യൂഷനാണ്. നല്ല കമന്റ് ആയിരിക്കും എനിക്ക് കയറാൻ. നമ്മളെന്തായാലും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ 2 വയസ്സത്തിന്റെ പക്വത കുറവല്ലേ. അപ്പൊ വി ആർ സൈനിങ് ഓഫ്. പറയണോ? ഇയാൾ എല്ലാത്തോരും അവസാനം 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 87. നമ്മൾ 85 അല്ലേ? ഞാൻ 85 ആണ്. ഇയാൾ 87 അല്ലേ? ഞാൻ 85 ആ. ഇയാൾക്ക് വർഷം എന്ന് പറഞ്ഞില്ല, ജനിച്ച വർഷം അറിഞ്ഞൂടാ. പക്ഷെ ഇയാള് വയസ്സ് എത്രയായി?